ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫെസ്റ്റ്. ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇമ്മാനുവൽ സിൽക്സ്, എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. പട്ടാമ്പി നഗരസഭയിലെ 26-ാം വാർഡിൽ മുന്നണി സ്ഥാനാർത്ഥികളുടെ പ്രചരണം ഊർജിതമായി. വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചുള്ള പ്രചരണമാണ് വാർഡിൽ നടക്കുന്നത്. പട്ടാമ്പി നഗരസഭയിലെ 26-ാം വാർഡായ നെയ്ത്തിരിമംഗലത്ത് ഇത്തവണ വാശിയേറിയ മത്സരമാണ് നടക്കുന്നത്. മുന്നണി സ്ഥാനാർത്ഥികളുടെ പ്രചരണം വാർഡിൽ പൊടിപൊടിക്കുകയാണ്. UDF സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് നേതാവും നിലവിലെ നഗരസഭാ കൗൺസിലറുമായ KR നാരായണസ്വാമിയാണ് മത്സരരംഗത്തിറങ്ങിയിരിക്കുന്നത്. നിലവിൽ UDFിൻ്റെ വാർഡായ 26-ൽ വിജയം ആവർത്തിക്കാനാണ് UDFിൻ്റെ ലക്ഷ്യം. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായും പഞ്ചായത്ത് അംഗമായുമെല്ലാം KR നാരായണസ്വാമി പ്രവർത്തിച്ചിരുന്നു. വാർഡിലെ വോട്ടർമാരെ നേരിൽ കണ്ടുകൊണ്ടുള്ള വോട്ടഭ്യർത്ഥനയുമായി സ്ഥാനാർത്ഥിയുടെ പ്രചരണം മുന്നോട്ടു പോവുകയാണ്. 25 വർഷം മുമ്പ് പഞ്ചായത്ത് അംഗമായതും ഈ പ്രദേശത്തു നിന്നാണെന്നും വാർഡിൽ വിജയം ആവർത്തിക്കുമെന്നും KR നാരായണസ്വാമി പറഞ്ഞു. ഞാൻ മുമ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായിട്ട് ജയിച്ചിട്ടുള്ള മൂർക്കാട്ടുപറമ്പ്, പന്തക്കപ്പറമ്പ്, കൈരളി ഷീറ്റ്, ദുർഗാ ഷീറ്റ് ഈ ഭാഗത്തു നിന്നാണ് 25 കൊല്ലം മുമ്പ് ജീവിതത്തിൽ ആദ്യമായിട്ടൊരു പഞ്ചായത്ത് മെമ്പറായതും പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായതും പിന്നീട് കൗൺസിലറുമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ നാടിൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ മനപ്പാടാണ്. ഇവിടുത്തെ ആളുകളുടെ പ്രാദേശികമായിട്ട് അവരുടെ വീടുകൾക്ക് വേണ്ട ആനുകൂല്യങ്ങൾ പിന്നോക്കക്കാർക്കും പാവപ്പെട്ടവർക്കും കഷ്ടപ്പെടുന്നവർക്കും വേണ്ട സഹായങ്ങളൊക്കെ എത്തിച്ചു നൽകാൻ കഴിയുമെന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. ഞാൻ പഠിച്ച ഹൈസ്കൂൾ ഉൾപ്പെടെയുള്ള ഭാഗത്താണ് ഈ പ്രദേശത്തെ എല്ലാ ആളുകളും എനിക്ക് നേരിട്ട് അറിയാവുന്നതുമാണ്. അപ്പോൾ ആ നിലയ്ക്ക് നമുക്ക് നാടിൻ്റെ വികസനം, പ്രത്യേകിച്ച് മൂർക്കാട്ടുപറമ്പ്, പന്തക്കപ്പറമ്പ് പ്രദേശത്തെ നേതൃമംഗലത്തിൻ്റെ വികസനത്തിന് ഉള്ള ഒരു സപ്പോർട്ട് എനിക്കിവിടെ എല്ലാ വീടുകളും ചെന്നപ്പോൾ ഞാൻ മുമ്പ് ചെയ്തു വെച്ച റോഡുകൾ, അന്ന് നൽകാൻ കഴിഞ്ഞ ഗ്രാമസഭ മുഖാന്തരമൊക്കെ നൽകാൻ കഴിഞ്ഞ വീടുകൾ, ആ വീട്ടുകാരൊക്കെ അത് മറന്നിട്ടില്ല. അവരൊക്കെ വളരെ സ്നേഹത്തോടു കൂടി നമ്മളെ വിജയിപ്പിക്കുന്ന വാക്ക് തന്നപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നിയിട്ടുണ്ട്. ഇവിടുത്തെ ആളുകളോട് തുടക്കം എനിക്ക് ഇവിടുന്നാണ് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ എൻ്റെ ഒരു ലാസ്റ്റ് ഇലക്ഷനായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ ശക്തിയും പ്രയത്നവും അറിവും അർപ്പണബോധവും ഒക്കെ ഈ നേതൃമംഗലത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്നാണ് ഞാൻ കരുതുന്നത്. അതെന്നെക്കൊണ്ട് സാധിക്കാൻ ഇവിടുത്തെ എല്ലാ ആളുകളുടെയും പിന്തുണ എനിക്ക് ആവശ്യമാണ്. കഴിഞ്ഞ തവണ ഈ വാർഡിൽ നിസാര വോട്ടുകൾക്ക് 2ാം സ്ഥാനത്തെത്തിയ സുമാ സത്യനാണ് ഇത്തവണയും NDA സ്ഥാനാർത്ഥിയായി വാർഡിൽ മത്സരിക്കുന്നത്. BJP പട്ടാമ്പി മണ്ഡലം സെക്രട്ടറി കൂടിയാണ് സുമാ സത്യൻ. സ്ഥാനാർത്ഥിയുടെ പ്രചരണം വാർഡിൽ സജീവമായി കഴിഞ്ഞു. ഇത്തവണ വാർഡിൽ വിജയം ഉറപ്പിക്കാനാകുമെന്നാണ് സ്ഥാനാർത്ഥിയുടെ പക്ഷം. തിരഞ്ഞെടുപ്പ് മുമ്പ് തന്നെ വാർഡിൽ എല്ലാ കാര്യങ്ങളിലും സജീവമായിരുന്നുവെന്നും സുമാ സത്യൻ പ്രതികരിച്ചു. 26-ാം ഡിവിഷനിൽ കഴിഞ്ഞ വർഷവും ഇവിടെ തന്നെയായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ തന്നെയായിരുന്നു മത്സര രംഗത്തുണ്ടായിരുന്നത്. 19 വോട്ടിനാണ് നമ്മൾ 2ാം സ്ഥാനത്ത് എത്തിയത്. ഇപ്രാവശ്യം നമ്മൾ വൻ വിജയത്തിൽ മുന്നേറുക തന്നെ ചെയ്യും. അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട്. കഴിഞ്ഞ 5 വർഷമായി വാർഡിൽ സജീവമായി രംഗത്തുണ്ട്. ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ നല്ലൊരു വികസനം ഈ വാർഡിൽ നടപ്പിലാക്കും. വാർഡിൽ വിജയപ്രതീക്ഷയുമായാണ് LDF സ്ഥാനാർത്ഥി സുരേഷിന്റെ പ്രചരണം പുരോഗമിക്കുന്നത്. CPM പന്തക്കൽ ബ്രാഞ്ച് സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി അംഗവുമാണ് സുരേഷ്. കഴിഞ്ഞ 5 വർഷത്തെ LDFിന്റെ നഗരസഭാ ഭരണ നേട്ടങ്ങൾ തന്നെയാണ് സ്ഥാനാർത്ഥി ഉയർത്തി കാണിക്കുന്നത്. സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ വീടുകൾ കയറിയുള്ള വോട്ടഭ്യർത്ഥന പുരോഗമിക്കുകയാണ്. എന്നും വാർഡിന്റെ വികസനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് നടത്തി വന്നിരുന്നതെന്നും സുരേഷ് പ്രതികരിച്ചു. ഈ നാട്ടിലെ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായ രംഗത്തുള്ള ഒരാളാണ്. ആ നിലയ്ക്ക് ഈ നാട്ടുകാരുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് പ്രശ്നങ്ങളിലും പ്രശ്നപരിഹാരത്തിനൊക്കെ ആയിട്ട് നമ്മൾ മുന്നിൽ നിൽക്കാറുണ്ട്. ആ പ്രവർത്തനത്തിൻ്റെ ഒരു ഫലമായി തെരഞ്ഞെടുപ്പിൽ നമുക്ക് വിജയിച്ച് കയറാനാവുന്ന ഒരു സാധ്യതയിലാണ് നമ്മൾ മുന്നണിയും നമ്മുടെ പ്രവർത്തകരും കടുത്ത ആത്മവിശ്വാസത്തിലാണ്. നിലവിലെ ഇവിടുത്തെ കുടിവെള്ള പ്രശ്നത്തിലും അതുപോലെ പ്രളയ സമയത്തുള്ള ബുദ്ധിമുട്ടിലും കൊറോണ കാലത്തും എല്ലാം നമ്മൾ ജനങ്ങൾക്കൊപ്പം തന്നെ പ്രവർത്തിച്ചുകൊണ്ട് അവരുടെ കൂടെ തന്നെ നിന്നുകൊണ്ട് പ്രവർത്തിച്ചതിൻ്റെ ഒരു ഫലമായിട്ട് നമുക്ക് തെരഞ്ഞെടുപ്പിൽ അത് വിജയമാക്കി മാറ്റാൻ സാധിക്കും എന്നൊരു പ്രതീക്ഷയോടെ നമ്മൾ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഈ വാർഡിലടക്കം നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. നിലവിൽ വാർഡിലെ കൗൺസിലറുടെ അഭാവത്തിൽ കൂടിയും ഈ വാർഡിലെ ജനങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത വിധത്തിൽ അവരുടെ കാര്യങ്ങൾക്ക് നമ്മൾ മുന്നിട്ട് നിന്ന് പ്രവർത്തിച്ചതിൻ്റെ ഒരു ഗുണം നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് പോസിറ്റീവായി ലഭിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.